ഹായ്, ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ പേര് കൗൺസിലിങ്ങിലും ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ഓൺലൈൻ പ്രോഗ്രാമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലൈവ് ഒരു ക്ലാസ് ഇതുവരെ നമുക്ക് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വിളിക്കുന്ന എല്ലാവരും പ്രശ്നം ഒരു കാര്യം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ തുടങ്ങുമ്പോഴുള്ള വരുന്ന പ്രതിസന്ധികൾ, അത് മാനസികമായിട്ടും ചുറ്റുപാടുന്നുണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലും എനിക്ക് കൗൺസിലിംഗ് ആണെങ്കിലും ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയം തന്നെ ഒന്ന് എടുക്കാൻ തീരുമാനിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഇത്തരമുള്ള പല പ്രശ്നങ്ങൾക്കും വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് നേരിടേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചിലവർ ഈ പ്രശ്നങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എഴുതി വെക്കാറുണ്ട്. എനിക്ക് ഇറങ്ങുന്ന സമയം വളരെ പ്ലാനിങ് ഉള്ള വ്യക്തികളൊക്കെ ഈ പ്രശ്നങ്ങൾ നേരത്തെ കൂട്ടി എഴുതി വെക്കാറ്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മറ്റു ചിലരാവട്ടെ തൻ്റെ ലൈഫിൽ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. ഇപ്പോൾ പ്ലാനിങ്ങിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്, വരുന്നിടത്ത് വെച്ച് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ നേരിടാമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകളുണ്ട്. മറ്റു ചിലരാവട്ടെ എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്തൊക്കെ പറയുന്നു അതിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതായത് 3-4 കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റാം. പക്ഷേ ഈ 3 കാറ്റഗറി നമുക്ക് എടുത്തു പരിശോധിച്ച് നോക്കാം. ഇവിടെ എല്ലാവരിലും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ലക്ഷ്യബോധമുള്ള വ്യക്തികൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഒരു ട്രെയിനിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ബാംഗ്ലൂർക്ക് ട്രെയിൻ കയറി നിങ്ങൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബാംഗ്ലൂർ എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബോഗിയിൽ വെച്ച് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുന്നു. അപ്പോൾ അവർ പറയുന്നു നമുക്ക് ബാംഗ്ലൂർ പോകണം, നമുക്ക് തമിഴ്നാട് ഇറങ്ങി അവിടെ നിന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ തമിഴ്നാട് ഇറങ്ങി അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരികയാണെന്നെങ്കിൽ നിങ്ങളുടെ ടൈം പോകുന്ന ലക്ഷ്യത്തിലെത്താനുള്ള ടൈം സാധ്യതകൾ കുറയും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ അതേ സ്ഥലത്തിരിക്കുകയാണ്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ, അവിടെ ഇറങ്ങാതെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് ഈ തമിഴ്നാട് ഇറങ്ങേണ്ട വ്യക്തി തമിഴ്നാടും ഉണ്ടാകും, ലക്ഷ്യത്തിലെത്തേണ്ട വ്യക്തി ലക്ഷ്യത്തിലും ഉണ്ടായിരിക്കും. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ ലൈഫിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ 3-മോ 4-മോ ഒരാളുടെ സഹായം തേടുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകണം, ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ് എന്ന് നമ്മൾ അടുത്തുള്ള ഒരാളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ വേറൊരാളെ സ്വാധീനിക്കുന്നതിന് അയാളുടെ സജഷൻ ശരിയായിരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ബിരിയാണിയാണ് ഇഷ്ടം, വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കാം ഇഷ്ടം. അവൻ്റെ ടേസ്റ്റും ഇഷ്ടവും അനുസരിച്ചായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ടേസ്റ്റും ആയിരിക്കില്ല ആ വ്യക്തി ഉണ്ടായിരിക്കുക. അപ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യം എത്രത്തോളം ശരിയാണ് എന്ന് അയാളുടെ ആംഗിൾ വെച്ച് ചിന്തിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ടേസ്റ്റും നമ്മുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് ചിന്തിക്കുമ്പോൾ അത് തെറ്റായിരിക്കും. അപ്പോൾ ചില ആളുകൾ പറയുന്നത് സിനിമ കാണാൻ പോകുമ്പോൾ പോലും റിവ്യൂ നോക്കിയിട്ട് പോയി സിനിമ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുടെ മുന്നിലാണ് എങ്കിലും നിങ്ങളുടെ ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ വന്നു ചേരുന്നതാണ്. എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിനാണ് ലക്ഷ്യത്തിലെത്താനും വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നേടാനൊക്കെയാണ്. ഈ ആഗ്രഹങ്ങൾ നേടാൻ ആദ്യം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ചോളം 100% ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു എന്നുള്ള സ്വയം ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 ഇയർ കൊണ്ടൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് 6 മന്ത് കൊണ്ട് സാധിക്കും. പക്ഷെ നിങ്ങളോടുള്ള കോൺഫിഡൻസ് എത്രത്തോളം നിങ്ങൾക്കുണ്ടോ അതനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിലേക്ക് ഏതൊക്കെ കടമ്പകൾ നമുക്ക് കടക്കണമെന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായി നിങ്ങൾ എഴുതി വെക്കുക. 1 by 1 പോയിന്റ് ആയിട്ട് അത് എത്ര മാസം കൊണ്ട് അച്ചീവ് ചെയ്യണം, എത്ര ആഴ്ചകൾ കൊണ്ട് അച്ചീവ് ചെയ്യണം, എത്ര വർഷങ്ങൾ കൊണ്ട് അച്ചീവ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് എഴുതി അതിനൊരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങളൊരു വിഷൻ ബോർഡ് തയ്യാറാക്കി വെക്കുക. വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമാണ്. ഇന്നിപ്പോൾ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാൻ പറ്റും. അത് നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ റൂമിലോ പിക്ചറിലോ ഒക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഡെയിലി മോർണിംഗ് നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലക്ഷ്യബോധം ഉള്ളിൽ വരും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാക്ടീക്കാൻ തുടങ്ങും. നിങ്ങൾ ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് ഡ്രീം വേണമെങ്കിലും വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ അത് അച്ചീവ് ചെയ്യുകയും ചെയ്യും.
ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മനസ്സിലേക്ക് ഡെയിലി ഈ പിക്ചർ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീക്കുന്ന സമയത്ത്, രാത്രി കിടക്കുന്ന സമയത്തും ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. ആ ചിന്ത നിങ്ങളുടെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മടിയുള്ളവർ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരു വിഷൻ ബോർഡ് കൺഫേം ആയിട്ട് തന്നെ അത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഏതൊരാൾ പറഞ്ഞു കഴിഞ്ഞാലും ആ വാക്കുകൾ കേൾക്കാതെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് മാത്രം നടന്ന് നീങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ സജഷനും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് ചോദിക്കുക. അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളോടത്ത് പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങൾക്കുള്ള സജഷനോ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യാം. എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡ്രീമിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നത്, എങ്ങനെയാണ് അത് നെഗറ്റീവായ രീതിയിലേക്ക് ചിലർക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ റീസൺസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ലൈഫിലും നമ്മുടെ മൈൻഡിനുള്ള ചിന്താഗതി നമുക്ക് ചുറ്റും കിട്ടിയിട്ടുള്ള അറിവുകൾ കൊണ്ടാണത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി അടുത്ത വീഡിയോയിൽ ചെയ്യാം.